ആൾക്കാർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, ആ പേര് മതി. അതാണ് പൃഥ്വിരാജ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പടം പൃഥ്വിരാജ് അഭിനയിച്ചിരുന്നെങ്കിൽ പൊളിഞ്ഞ് നശിച്ചു പോയേനെ. പക്ഷേ പൃഥ്വിരാജിന് ആ ഒരു മറ്റേ ഗ്രീഡില്ല, ആ ഒരു അത്യാർത്തിയില്ല. ഞാൻ തന്നെ അഭിനയിക്കണം എന്നുള്ള ആ പണ്ടത്തെ ഉണ്ടായിരുന്ന പൃഥ്വിരാജ് ഉണ്ടല്ലോ, അതിപ്പോൾ ഇല്ല. ഭയങ്കര വിജയമായിരിക്കും. കാരണം ഇതിനെ ഒരു പാൻ ഇന്ത്യൻ മൂവിയാക്കി മാറ്റി. ഇതിനെ ഹിന്ദിയിലും തെലുങ്കിൽ പ്രത്യേകിച്ച് തെലുങ്കിൽ ക്ലിക്കായി കഴിഞ്ഞാൽ, തമിഴ് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ഓടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ. L2E. ഓഹ്, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ, ഇല്ല വലിയ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് പാൻ ഇന്ത്യൻ മൂവി അല്ലെങ്കിൽ ഈ പടം പൊട്ടിയേനെ. പക്ഷേ പാൻ ഇന്ത്യൻ ആയതുകൊണ്ട് അവിടെയാണ് ബുദ്ധി മൂളை யூஸ் பண்ணியிருக்கான் நம்ம പൃഥ്വിരാജ് ആൻഡ് മോഹൻലാൽ ആൻഡ് ആൻ്റണി പെരുമ്പാവൂർ ആൻഡ് ഗോകുലം പിക്ചേഴ്സ്, പിന്നെ ആരാ ലൈക്ക, എന്തൊക്കെയാടേ. അതായത് പുള്ളി പറയുന്ന ഡയലോഗൊക്കെ ഭയങ്കര രസമാണ്. പുള്ളി ഇങ്ങനെ കൗണ്ടർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ മറ്റേ പ്രൊമോഷൻ ഇതുണ്ടല്ലോ, അതിലൊക്കെ പോയിട്ട് പുള്ളി ഇങ്ങനെ ഒരു ചോദ്യം, കാരണം പ്രീ ഡിറ്റർമൈൻഡാന്ന് തോന്നുന്നു, എഴുതി കൊടുത്തിട്ട്, അതായത് ആരൊക്കെ എന്തൊക്കെ ചോദിക്കുക എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടാന്ന് തോന്നുന്നു, അല്ലാതെ റാൻഡമായിട്ട് വരുന്ന ഒരു സംഭവം അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണേലും കാണാനൊക്കെ രസമുണ്ട്. സംഭവം ഭയങ്കര ഒരു ഹിറ്റായിരിക്കും പടം എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ ഫുള്ളി ബുക്ക്ഡാണ്. booking.com ആപ്പൊക്കെ അടിച്ചു പോയി എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് പറയാനല്ലേ, അതാണ് ടാലൻറ്റ്. പക്ഷേ ഇത്രയും ഒരു ടാലൻറ്റ്, ഇത്രയും ഒരു തണ്ടേടി എന്ന് പറയും നമ്മുടെ നാട്ടിൽ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണമായിട്ട് പറ്റാത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയും അവൻ ഭയങ്കര ജാടയാണ്, അവൻ ഭയങ്കര ഇപ്പോൾ എനിക്ക് ആ വക കാര്യങ്ങളിലൊക്കെ പൃഥ്വിരാജിനെയൊക്കെ ഇഷ്ടമാണ്. പൃഥ്വിരാജ് ചില ആൾക്കാർ നമ്മുടെ മലയാള സിനിമയിലും തമിഴ് സിനിമയിലും മൊത്തത്തിൽ ഇന്ത്യൻ സിനിമയിൽ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ കുറച്ച് കുറവാണ്. ബാക്കിയുള്ള സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് പാവമായിട്ട് ഇങ്ങനെ നിൽക്കും. അയ്യോ സാർ, ഓ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാർ വിചാരിക്കും എന്ത് പാവമല്ലേ. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു സാധാരണ ഒരു ചെറിയ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇത്രയും പോലും ഇല്ല. അതായത് സിനിമ ഇൻഡസ്ട്രിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഊതിക്കളയാൻ മാത്രമുള്ള ഒരു ഡസ്റ്റിൻ്റെ അത്രയേ ഉള്ളൂ ഞാൻ ഈ കണ്ണാടിയും ഈ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ പലർക്കും പിടിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ജാടയാ, നീ ഏതാടാ ഊളെ, നീ ഏതാടാ പൂറാ മയിരെ, മറ്റവനെ മറിച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കമൻറ്റൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ പിന്നെ യൂട്യൂബ് ഗൈഡ് ലൈൻസ് ഇത് കാരണം അടിച്ച് കളയാറുണ്ട് യൂട്യൂബ്. അത് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പൃഥ്വിരാജ്. മുരളി ഗോപിയുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ സ്റ്റൈലായിട്ടൊക്കെ നടക്കും. ലാലേട്ടൻ ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്, മമ്മൂക്കയും ഒക്കെ ഇപ്പോൾ വേറെ ചില ആൾക്കാരുണ്ട് ഇപ്പോഴും മലയാളത്തിൽ ഇപ്പോഴും ഉണ്ട്. അതായത് സിമ്പിളായിട്ട് വരുന്നത്, ഇങ്ങനെ ഞാനൊന്നുമല്ലേ, എനിക്കൊന്നുമില്ല, പക്ഷെ മേടിക്കുന്നത് മറ്റേ 15 കോടിയും 10 കോടിയൊക്കെയാണ്. എന്തിനാ ഈ അഭിനയം? ഓഫ് സ്ക്രീനിൽ എന്തിനാ മാഷെ അഭിനയിക്കുന്നത്? ഓൺ സ്ക്രീനിൽ അഭിനയിച്ചാൽ പോരെ. അത് ആ ഒരു കാര്യത്തിൽ എനിക്ക് പൃഥ്വിരാജിനെ വളരെ ഇഷ്ടമാണ്. എനിക്ക് ചില കാര്യങ്ങളിൽ പൃഥ്വിരാജിനെ ഇഷ്ടപ്പെടാത്ത ഒരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, പണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾക്ക് ഒരു ഭയങ്കര ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് പുള്ളി ഇങ്ങനെ അല്ലായിരുന്നു. പണ്ട് പുള്ളി ഒരു 10-15 കൊല്ലം മുമ്പ് പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് പുള്ളി ഈ എമ്പുരാൻ പോലത്തെ ഒരു സിനിമ ചെയ്യില്ല. കാരണം പുള്ളി മോഹൻലാലിനെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും കമൻസൊക്കെ പാസ്സാക്കിയിട്ടുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പുള്ളിക്ക് പ്രാധാന്യം വേണം എന്ന് വിചാരിച്ചിരുന്ന എല്ലാം ഞാൻ തന്നെ ചെയ്യണം, എല്ലാം ഞാനായിരിക്കണം. പുള്ളിയുടെ ഒരു ഷൂട്ടിംഗ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ വന്നിട്ട് ഡയറക്ടറിൻ്റെ അടുത്ത് പുള്ളി മറ്റേ ലെൻസൊക്കെ പഠിപ്പിക്കും. അത് മറ്റേ F12 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ചിട്ട് അയ്യോ രാജു വന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ പുള്ളിക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റം നല്ല രസമുണ്ട്. ഒരു 10-15 കൊല്ലം മുമ്പ് പുള്ളിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പുള്ളിക്ക് ഒരുപാട് ആൾക്കാരെ അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഞാൻ പുള്ളിയെ കണ്ടത്, കേട്ടത്, പുള്ളിയുടെ അടുത്ത് സംസാരിച്ചത്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ പുള്ളിയുടെ നമ്പർ പോലും ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിയെ വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയതാണ് ഞാനിപ്പോൾ പറയുന്നത്. പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര ഒരു ജാട ടീമാണ്. ഭയങ്കര ജാട എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പ്രത്യേക ഒരു സോണിലായിരുന്നു പുള്ളി ആ സമയത്തൊക്കെ.
ഇപ്പോൾ പുള്ളി പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വന്ന പോലെ കാണിക്കുന്നുണ്ട്. എന്താണ് സത്യമെന്ന് നമുക്കറിയില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ടിട്ട്. പക്ഷേ എന്താണെങ്കിലും ഇപ്പോഴത്തെ ഈ ട്രാൻസ്ഫോർമേഷൻ, ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ ആൾക്കാർ ഇഷ്ടപ്പെടാൻ കാരണം അത് തന്നെയാണ്. ഇപ്പോഴത്തെ പൃഥ്വിരാജ് വേറെ ഒരാളെ വെച്ച്, ഇനി ചിലപ്പോൾ അയാളാണ് ഫണ്ട് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണോ എന്നറിയില്ല, പക്ഷേ വേറെ ഒരാളെ വെച്ച് ഇത്രയും നല്ലൊരു സിനിമ ഇങ്ങനെ ഇത്രയും ഒരു പ്രൊജക്ഷനിൽ ചെയ്യുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. 6 ലക്ഷം ടിക്കറ്റ് വിറ്റു, 8 ലക്ഷം ടിക്കറ്റ് വിറ്റു എന്നൊക്കെ ഉള്ള കണക്കുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു 10-15 കോടി 200 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 10-15 കോടി രൂപ വരും. ഈ 15 കോടി രൂപ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഖ്യ ഒന്നുമല്ല. ഈ 15 കോടി രൂപ എന്ന് പറയുന്നത് ഇതും മറ്റേ ബഡ്ജറ്റിനകത്തുണ്ടാവും. ഈ മൂവിയുടെ ബഡ്ജറ്റിൽ ഇതും ഉണ്ടാവും. അങ്ങനെ ഒരു സ്ട്രാറ്റജിയൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഡേ ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾ താനേ കയറിക്കോളും എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ. പക്ഷേ ഈ പടം അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് പറഞ്ഞാണ്, ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാണ്. ഈ പടം എനിക്ക് ഫുള്ളായിട്ടുള്ള വിശ്വാസമുണ്ട് ഇത് നല്ലൊരു ഭയങ്കര വിജയമായിരിക്കും. കാരണം ഇതിനെ ഒരു പാൻ ഇന്ത്യൻ മൂവിയാക്കി മാറ്റി. ഇതിനെ ഹിന്ദിയിലും തെലുങ്കിൽ പ്രത്യേകിച്ച്, തെലുങ്കിൽ ക്ലിക്കായി കഴിഞ്ഞാൽ, തമിഴ് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ഓടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ, അമ്മാതിരി ഒരു സംഭവമാണിത്. പക്ഷേ കേരളത്തിൽ ഓടിയില്ലെങ്കിൽ അടുത്ത ഫ്രട്ടർണിറ്റിയിൽ അടുത്ത സംഭവം ഉണ്ടല്ലോ, L3E. ഇയോ അതെന്താ, അതിനി മഞ്ജു വാര്യരെ കുറിച്ചായിരിക്കുമോ എന്താണെന്നറിയില്ല. ഇതിനകത്ത് ആണ്. L2E വിജയിച്ചാലേ L3Eക്ക് ഒരു ഇതുള്ളൂ. L2E എന്തുവാണെങ്കിലും വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞപ്പോൾ, നീ ആരടാ പേടിക്കുക, നീ എന്താ മറ്റേ ഇതാണോ, നീയാണോ കാശിടുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വന്നിട്ട് തെറി പറഞ്ഞിട്ട് പോയി. എൻ്റെ ഭായി, ഇത്രയും ഒരു സിനിമ ഇതുപോലെ കഷ്ടപ്പെട്ട് 10-200 കോടി രൂപ ചിലവാക്കി, ഇത്രയും 200 കോടിയെന്ന് ഞാൻ ഇങ്ങനെ ജസ്റ്റ് പറയുന്നതാണ്, 10-200 കോടി ആയെന്നാണ് തോന്നുന്നത്. അതാണ് മൊത്തത്തിലുള്ള ഒരു ടോക്ക്. അതാണ് ഇത്രയും സംഭവം ചെയ്തിട്ട് ഒരു പടം പൊളിഞ്ഞു പോയാൽ എന്തായിത്തീരും? സിനിമ ഇൻഡസ്ട്രിക്ക് അത് താങ്ങാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ആൻ്റണി പെരുമ്പാവൂർ, അല്ലെങ്കിൽ മോഹൻലാൽ, അല്ലെങ്കിൽ പൃഥ്വിരാജ്, അല്ലെങ്കിൽ ഈ മറ്റേ ലൈക്ക പ്രൊഡക്ഷൻ, ലൈക്കയുടെ എത്ര പടങ്ങളാണ് പൊട്ടിയത്? ലൈക്ക ഇപ്പോൾ തകർന്നിരിക്കുകയാണ് പടങ്ങൾ പൊട്ടിയ കാരണം. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? അങ്ങനെ സംഭവിക്കാൻ പാടില്ല, അങ്ങനെ സംഭവിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിന് കുറേ മറ്റേ നെഗറ്റീവ് കമൻറ്റ്സ്. നീ ആരടാ, നീ എന്തിനാടാ കരയുന്നത്, നീ എത്ര ബക്കറ്റ് കരഞ്ഞു എന്നൊക്കെയാണ് ഒരാൾ ചോദിച്ചത്. ഞാൻ പറഞ്ഞു കിലോമീറ്റേഴ്സ് എന്ന കമൻറ്റൊക്കെ ഞാൻ അങ്ങോട്ട് തട്ടിവിട്ടു. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സിനിമ, ഈ L2E എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഒരു ഭയങ്കര വിജയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എന്താണെങ്കിലും ഭയങ്കര സ്ട്രാറ്റജീസായി പോയി. ഭയങ്കര ആൾക്കാർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, ആ പേര് മതി. അതാണ് പൃഥ്വിരാജ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പടം പൃഥ്വിരാജ് അഭിനയിച്ചിരുന്നെങ്കിൽ പൊളിഞ്ഞ് നശിച്ചു പോയേനെ. പക്ഷേ പൃഥ്വിരാജിന് ആ ഒരു മറ്റേ ഗ്രീഡില്ല, ആ ഒരു അത്യാർത്ഥിയില്ല, ഞാൻ തന്നെ അഭിനയിക്കണം എന്നുള്ള ആ പണ്ടത്തെ ഉണ്ടായിരുന്ന പൃഥ്വിരാജ് ഉണ്ടല്ലോ, അതിപ്പോൾ ഇല്ല. അതാണ് എനിക്ക് പൃഥ്വിരാജിനെ ഇപ്പോൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. കാരണം പുള്ളിക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യണം. പുള്ളി ഇപ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയെന്ന് തോന്നുന്നു. അതാണ് പുള്ളിക്ക് വന്ന മാറ്റം, അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സമയത്ത് എല്ലാവർക്കും അറിയാം പൃഥ്വിരാജ് എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് സംഭവം എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ എന്താണെങ്കിലും അടിപൊളിയാണ്. ഓൾ ദ ബെസ്റ്റേ പറയാനുള്ളൂ. എമ്പുരാൻ L2Eക്ക് ഞാൻ ആരുമല്ല, ഞാനൊരു മറ്റേ ഞാൻ പറഞ്ഞില്ല, ഡസ്റ്റ് ഇങ്ങനെ ഊതിക്കളയാവുന്നതേ ഉള്ളൂ. നമ്മളിങ്ങനെ ഒരു ഡസ്റ്റിൻ്റെ അത്രയേ ഉള്ളൂ ഈ ഒരു സിനിമാ ലോകത്തിൽ. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഒരു കടമ, എൻ്റെ ഒരു എന്താ പറയുന്നത്, എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് സിനിമ അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ട് ഈ പടം വിജയിക്കണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. ഓൾ ദ ബെസ്റ്റ് ടു L2E.